വെൽക്കം ടു എഡക്സി ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് IPMAT എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന നമ്മുടെ IPMAT റോക്ടെക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2020 ലോജിക്കൽ റീസണിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറിയാലോ, IPMAT റോക്ടെക്കിൽ മാത്രമാണ്, അതുപോലെ തന്നെ ജിപ്മാറ്റിലാണ് നമുക്ക് എന്തുള്ളത്, ലോജിക്കൽ റീസണിങ് ഉള്ളത്. അപ്പോ ഈ രണ്ട് എക്സാമിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. അപ്പോ ഇതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണം എന്നതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 1, 6 days വിത്ത് അപ്പർ ഫേസ് എറേസ് ആർ ആസ് ഷോൺ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് ഡേയ്സുകളുടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. 1 മുതൽ 7 വരെയുള്ള പിക്ചറുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 1 മുതൽ 6 വരെയുള്ള പിക്ചറുകളാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ഡോട്ട് ഓൺ ദ ഓപ്പോസിറ്റ് ഫേസ് ഈസ് 7. എന്താ പറഞ്ഞിട്ടുള്ളത്, ഡോട്ടുകളുടെ സം എങ്ങനെയുള്ള സമ്മാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഫേസിൽ വരുന്ന ഡോട്ടുകളുടെ സം എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഒരു ഡേയ്സിൽ 1, 2, 3, 4, 5, 6 വരെയുള്ള എന്താണ് തന്നിട്ടുണ്ടാവുക, ഡോട്ടുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 7 സം വരുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും, 1ഉം 6ഉം, അതുപോലെ 2ഉം 5ഉം 3ഉം 4ഉം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, 1ന്റെ ഓപ്പോസിറ്റ് എപ്പോഴും എന്തായിരിക്കും, 6. 2ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും, 5ഉം. 4ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും, 3ഉം. ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് വരുന്നത്, നമ്മുടെ സമ്മ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇഫ് ദ ഓൾ നമ്പർ ഡൈസ് ഹാവ് ഈവൻ നമ്പർ ഓഫ് ഡോട്ട് ഓൺ ദെയർ ടോപ്പ് ഫേസ്, then what would be the total number of dot on the top faces of their dice? നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇഫ് ദ ഓഡ് നമ്പർ ഡൈസ്, ഓഡ് നമ്പർ ഡൈസിന് അല്ലെ, ഓഡ് നമ്പറിൽ വരുന്നത് ഏതൊക്കെയാണ്, 1 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്, അതുപോലെ ഇതെന്താണ് നമ്മുടെ 5ാമത്തെ ഡൈസ് ഉണ്ട്. ഇങ്ങനെ ഓഡ് നമ്പറിൽ വരുന്ന ഡൈസിന്റെ എല്ലാം ടോപ്പിൽ എന്താ പറഞ്ഞത്, ഈവൻ നമ്പേർഡ് ഡോട്ടുകളാണ് ഉള്ളത് എന്നാ പറഞ്ഞത്. ഓക്കെ, then what would be the total number of dot on the top face? എങ്കിൽ അതിന്റെ ടോപ്പ് ഫേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് നോക്കി നോക്കാം അല്ലെ. ഫസ്റ്റത്തെ പിക്ചറിൽ എങ്ങനെയാണ്, ഇവിടെ 3 ആണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് 4 ആണ്. ഇവിടെ നമുക്ക് 6 ആണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 1. ഇനി നമുക്ക് ഏത് കോമ്പിനേഷനാ ബാക്കിയുള്ളൂ, 2 and 5 എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ടോപ്പ് ഫേസിൽ ഈവൻ നമ്പർ ഡോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് 2 ആയിരിക്കും. ഇനി തേർഡ് പിക്ചറിലോട്ട് പോവാണെന്നുണ്ടെങ്കിലോ, ഇവിടെ 6 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, പിന്നെ ആരാണ് ഈവൻ നമ്പർ ആയി ബാക്കിയുള്ളത്, നമുക്ക് 2 ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളുടെ ഫിഫ്ത് പിക്ചറിലോട്ട് പോവാണെങ്കിലോ 1ഉം 5ഉം ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 1ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 6, 5ന്റെ ഓപ്പോസിറ്റ് ആരാണ്, 2. എങ്കിൽ ടോപ്പ് ഫേസിൽ വരുന്ന ബാക്കി ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 4 അല്ലെ. അപ്പൊ 4. അപ്പൊ ടോട്ടൽ എത്രയാണ്, സം എത്രയാണ്, 2 + 2 + 4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 8. ഓക്കെ, ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. നമുക്ക് ആകെ എന്താ അറിയേണ്ടുള്ളൂ, 1 മുതൽ 6 വരെ ഓഡ് നമ്പർ ഏതാണ്, ഈവൻ നമ്പർ ഏതാണെന്നുള്ളത്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നമുക്ക് എന്താണ്, IPMAT റോക്ടെക്കിന്റെ എൻട്രൻസ് എക്സാമിന് നമുക്ക് മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. എങ്കിൽ നമുക്കൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെ, സെയിം മെത്തേഡ് ആവണമെന്നില്ലല്ലേ, എക്സാമിന് സെയിം മെത്തേഡ് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ഡിഫറെന്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2. സൗരഭ് walks 80 meters towards south, then turn to his right and start walking straight till he complete another 80 meters. Then again turning to his left, he walk for 60 meters. He then turns to his left and walk for 80 meters. How far is he from his initial position? ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, സൗരഭ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആള് സൗത്തിലോട്ട് ഒരു 50 മീറ്റർ പോയി, അവിടുന്ന് തിരിഞ്ഞ് റൈറ്റിലോട്ട് ഒരു 80 മീറ്റർ പോയി, അവിടുന്ന് തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് ഒരു 60 മീറ്റർ പോയി, പിന്നെ അവിടുന്ന് തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് ഒരു 60 മീറ്റർ പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എന്താണ് സൗരഭ് പോയ റൂട്ട് ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പൊ അതിന് മനസ്സിലായില്ലേ, നമ്മളുടെ ക്വസ്റ്റ്യൻ ഏത് പോർഷൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിന് ബേസ് ചെയ്തിട്ടാണ്
നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. ഏതാണ്? അതെ, ഡയറക്ഷൻ എന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പൊ ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 4 ഡയറക്ഷൻ ആണ് നമുക്കുള്ളത് അല്ലെ. ഏതൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കി ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അതെ, നോർത്ത് ഉണ്ട്, അതുപോലെ എന്താണ് സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി ഇതിന്റെയൊക്കെ ഡയറക്ഷനും അതിന്റെ പ്ലേസും എവിടെയാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 4 ഉള്ളത്. നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൗരവ് പോയ റൂട്ടുകളൊന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം അല്ലെ. സൗരവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് സൗത്തിലോട്ടൊരു 80 മീറ്റേഴ്സ് പോകുന്നു. അതിനുശേഷം ആൾ എന്ത് ചെയ്യുന്നു, റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു. സൗത്തിലോട്ട് പോയ ആള് റൈറ്റിലോട്ട് ഫേസ് ചെയ്യണം, മൂവ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോ നോർത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്, ലെഫ്റ്റ് ഇതും. എങ്കിൽ സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരാളുടെ റൈറ്റ് സൈഡ് ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടും ആയിരിക്കും അല്ലെ, നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോ ഒരാള് സൗത്തിലോട്ട് പോയിട്ട് അവിടുന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആള് വെസ്റ്റിലോട്ടൊരു 80 മീറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വെസ്റ്റിലോട്ട് 80 മീറ്റർ മൂവ് ചെയ്ത ഒരാള് വീണ്ടും എന്താണ് ലെഫ്റ്റിലോട്ട് അല്ലെ, ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യാണ്, ഒരു 60 മീറ്റർ മൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആള് വീണ്ടും സൗത്തിലോട്ടാണ് 60 മീറ്റർ പോയിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ആൾ എന്ത് ചെയ്തു, ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 80 മീറ്റർ പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സൗത്തിലോട്ട് ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, വീണ്ടും 80 മീറ്റേഴ്സ്. അപ്പോൾ ഈ 80 എന്താണ്, ഈക്വൽ അല്ലെ. 80 ഈക്വൽ ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, കവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു 80 മീറ്റേഴ്സ് ആദ്യം കവർ ചെയ്തു, പിന്നെ ഒരു 60 മീറ്റേഴ്സ് കവർ ചെയ്തു. അതാണ് ഇനീഷ്യൽ ഇവിടെയാണ്, ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ എത്രയാണ്, ഒരു 60 ഇവിടെ വരും. 80 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 140 മീറ്റേഴ്സ് അല്ലെ. 140 മീറ്റർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സൗരവ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ കേട്ടോ നമ്മുടെ IP മാറ്റിലെ എല്ലാവരും വരുന്ന ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാവരും മാത്രമല്ല VA ആണെങ്കിലും അതുപോലെ QA ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് IP മാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലെ. ഇഫ് A plus B means A is the brother of B. അതുപോലെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, A minus B means A is the sister of B. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് A into B means A is the father of B. Which of the following means that C is the son of M? നമുക്ക് ഇവിടെ കുറച്ച് സിമ്പിൾസും അതിന്റെ റിലേഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് C is the son of M വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് നോക്കാം. ഒന്ന് ഓപ്ഷൻ എ, M minus N. M minus N എന്ന് പറഞ്ഞാൽ എന്താണ്, M is the sister of B. M is the sister of N. ഇവർക്ക് കോമൺ ആയിട്ട് ഒരു പാരന്റ് ഉണ്ട് എന്ന് ഉറപ്പായി. എന്തുകൊണ്ട് മൈനസ് കൊടുത്തു, നമുക്കറിയാം അല്ലെ. ബ്ലഡ് റിലേഷനിൽ നമുക്ക് 2 ജെൻഡർ ആണുള്ളത്, മെയിൽ ജെൻഡറും ഫീമെയിൽ ജെൻഡറും. അതിൽ മെയിൽ ആണെന്നുണ്ടെങ്കിൽ പ്ലസും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ മൈനസും ആണ് നമ്മൾ ബ്ലഡ് റിലേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ M എന്തായി, മൈനസ് ആയി. ഇനി N into C, എന്നിനെ സീനായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെ പറഞ്ഞിട്ടുള്ളത്, N is the father of C. N എന്ന് പറയുന്ന ആള് സിയുടെ ഫാദർ ആണ്. അപ്പൊ നമുക്ക് എന്തല്ല, ഫസ്റ്റ് ഓപ്ഷന് റൈറ്റ് അല്ല, കാരണം C എന്ന് പറയുന്നത് എന്നിന്റെ കുട്ടിയാണ്, ഒരിക്കലും എമ്മിന്റെ അല്ല അല്ലെ. എങ്കിൽ ഓപ്ഷൻ ബി നോക്കാം, F minus C. F minus C നമുക്കറിയാം അല്ലെ. F is the sister of C. അടുത്തത് C plus N. C plus N എന്ന് പറഞ്ഞാൽ എന്താണ്, C is the brother of N. C is the brother of N. അപ്പോ സിക്കും എഫിനും എന്നിനും എന്താണ്, ഒരു കോമൺ പാരന്റ് ഉണ്ട് എന്ന് ഉറപ്പായി. അടുത്തത് N into M. N is the father of M. എന്നിന്റെ കുട്ടിയായിട്ടാണ് ആര് വരുന്നത്, M വരുന്നത്. അപ്പോഴും എന്തല്ല, നമ്മുടെ ഓപ്ഷൻ 2 പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ഓപ്ഷൻ സി, N plus M. എന്താണ് N plus M എന്ന് പറഞ്ഞാൽ, N is the brother of M അല്ലെ. N is the brother of M. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, M minus F. M minus F എന്താ പറഞ്ഞിട്ടുള്ളത്, M is the sister of
എഫ്. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എഫ് ഇൻറ്റു സി. എഫ് ഈസ് ദ ഫാദർ ഓഫ് സി. സിയുടെ ഫാദർ ആരാണ്? എഫ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി എന്താണ്? റൈറ്റ് ആണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. നമുക്കിനിപ്പോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 3 ഓപ്ഷനിൽ 3 തെറ്റാണ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഫൈനൽ ആൻസർ എന്തായിരിക്കും? ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. എം ഇൻറ്റു എൻ. എം ഇൻറ്റു എൻ എന്താണ്? എം ഈസ് ദ ഫാദർ ഓഫ് എൻ. അടുത്തത് എൻ മൈനസ് സി. എൻ ഈസ് എ സിസ്റ്റർ ഓഫ് സി. ഓക്കെ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സി പ്ലസ് എഫ്. സി പ്ലസ് എഫ്. സി ഈസ് ദ ബ്രദർ ഓഫ് എഫ് അല്ലെ. അപ്പോ എം ഈസ് സി ഈസ് ദ സൺ ഓഫ് എം എന്നുള്ളത് എന്താണ്? അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് ഇവിടെ ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ one term is in number series is incorrect. Find out the incorrect number. അപ്പോൾ ഇവിടെ ഒരു നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. അതിനെന്താണ്? ഒന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആണെന്നാ പറഞ്ഞത്. 56, 72, 90, 1110, 132, 139. അപ്പോൾ നമ്പർ സീരീസിൽ എങ്ങനെയൊക്കെയാണ് സീരീസ് വരിക, അല്ലെങ്കിൽ സീരീസിന്റെ പാറ്റേൺ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് നമ്പർ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഓരോന്നിനും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പൊ നമ്പർ സീരീസിൽ നമ്മൾ എടുത്ത സമയത്ത് ഒരു സീക്വൻസ് അല്ലെങ്കിൽ സീരിയൻസിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് പാറ്റേൺ വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് നമ്പർ കണ്ടിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റി, നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അല്ലെ എന്താണ്? ഇവിടെയൊക്കെ എന്താണ്? ഒരു പെർട്ടിക്കുലർ നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് ആ വാല്യൂ കുറച്ചതാ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. 56 കഴിഞ്ഞിട്ട് വരുന്ന സ്ക്വയർ ഏതാണ്? അത് 64 ആണ്. 64 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? 8ന്റെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 64 മൈനസ് 8 ഓർ 8 സ്ക്വയർ മൈനസ് 8 ആ. അടുത്തത് ഏതാ? 72 കഴിഞ്ഞിട്ട് ഏത് വരണം? അതെ 81. 81 മൈനസ് 9 അല്ലെ. 9 സ്ക്വയർ മൈനസ് 9. അടുത്തെന്താണ്? 10 സ്ക്വയർ മൈനസ് 10. അത് 90 ആണ് അല്ലെ. 100 മൈനസ് 10. അടുത്തത് 11 സ്ക്വയർ മൈനസ് 11 അല്ലെ. 121 മൈനസ് 11. അടുത്തെന്താണ്? 12 സ്ക്വയർ മൈനസ് 12 എത്രയാണ്? 144 മൈനസ് 12. ഇനി ഏതാണ് നമുക്ക് വരുന്നത്? 13 സ്ക്വയർ മൈനസ് 13 ആണ്. അതായത് 169 മൈനസ് 13. ഇത് ശരിയാണോ? ശരിയാണോ? 139 എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണോ? അല്ല. അപ്പൊ ഓപ്ഷൻ ഡി എന്താണ്? നമ്മളുടെ ഈ പാറ്റേണിലെ റോങ് ആയിട്ടുള്ള നമ്പർ ആണ്, മാത്രമല്ല നമ്മളുടെ റൈറ്റ് ആൻസർ ആണ് അല്ലെ. നോക്കില്ലേ, ഒരാൾക്ക് റോങ് ആയപ്പോ നമുക്ക് എന്തായി? റൈറ്റ് ആയി അല്ലെ. സീക്വൻസിലെ റോങ് നമ്പർ നമ്മളുടെ റൈറ്റ് ആൻസർ അല്ലെ. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകാം. അതല്ലേ നല്ലത്. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5. PQR and T answered an examination. In the result, Q was immediately followed by P, but no one was there after P. R was ahead of Q, but could not score as much as T. Who scored the second highest? നമുക്ക് ഇവിടെ എന്താണ്? PQR-T എന്ന് പറയുന്ന 4 പേരുടെ എക്സാമിനേഷനിൽ റിസൾട്ടിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഞാൻ 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് Q was immediately followed by P. Pനെ ഫോളോ ചെയ്തിട്ട് ആര് വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്? Q വന്നിട്ടുണ്ട്. ബട്ട് നോ വൺ വാസ് ദർ ആഫ്റ്റർ P. Pക്ക് ശേഷം എന്തില്ല? ആരില്ലേ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? P ലാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ P ആണ് ലാസ്റ്റ് എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്ത്? P എന്നത് Qനെ ഫോളോ ചെയ്തിട്ട് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ Pയുടെ മുമ്പിൽ ആരുണ്ടായിരിക്കും? Q. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അടുത്തൊരു ഇൻഫർമേഷൻ ആറിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് അല്ലെ? Qന് മുമ്പിലാണ് 6 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Qനെക്കാട്ടിൽ സ്കോർ ആര് ചെയ്തിട്ടുണ്ട്? 6. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? Tയുടെ അത്ര സ്കോർ ചെയ്തിട്ടില്ല. നമുക്കിനി 2 സീറ്റുകളാണ് വാക്കന്റ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാം? 6 സെക്കൻഡ് പൊസിഷനും T എന്ന് പറയുന്ന ആള് ഫസ്റ്റ് പൊസിഷൻ ആണെന്ന് പറയാം. നമ്മളോട് ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചിട്ടുള്ളത്? ഹു സ്കോർഡ് ദ സെക്കൻഡ് ഹൈയസ്റ്റ് സ്കോർ അല്ലെ. അതാരാണ്? നമുക്കറിയാം. സെക്കൻഡ് ആരാണ്? 6 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് IP മാറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി
ഇത് നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് IPMAT എന്ന് ഞാൻ വെറുതെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഇതിവിടെ നിർത്താം. എന്നിട്ട് അടുത്ത ദിവസം ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം അല്ലെ. ഓരോ ദിവസം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോഴൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞാൻ IPMAT എവിടുന്ന് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്ത് നമ്മളൊന്ന് കണക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്താണ് നമ്മുടെ IPMAT ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ IPMAT ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലാണ് ക്ലാസ്സുകളുടെ അപ്ഡേറ്റും കാര്യങ്ങളും, വീഡിയോസ് ഷെയർ ചെയ്യുന്നത്, നോട്ട്സ് വരുന്നത്, ഡെയിലി പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനർ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത ദിവസം നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, താങ്ക് യു.